വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിന്റെ നടപടിക്കെതിരെ IAS-കാരുടെ പരാതിയെ തുടർന്നാണ് ആന്റി കറപ്ഷൻ പീപ്പിൾസ് മൂവ്മെന്റ് പ്രവർത്തകർ രംഗത്തെത്തിയിരിക്കുന്നത്. വിജിലൻസ് ഡയറക്ടർ ചട്ടവിരുദ്ധ നടപടികൾ എടുക്കുന്നു, വിജിലൻസ് കോടതിയുടെ ഇടപെടൽ മൂലം ഗൂഢലക്ഷ്യത്തോടെയുള്ള പരാതികളിലും ത്വരിതാന്വേഷണം നടക്കുന്നു, മാധ്യമങ്ങളിൽ വലിയ അഴിമതികൾ നടത്തിയെന്ന മട്ടിൽ വാർത്തകൾ വരുന്നു എന്നതാണ് IAS ഉദ്യോഗസ്ഥരുടെ ആരോപണം. ഇതിനെതിരെയാണ് നടൻ ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരിക്കുന്നത്. വിജിലൻസ് ഡയറക്ടർക്ക് മുഖ്യമന്ത്രി നൽകുന്ന പിന്തുണ പോസിറ്റീവാണെന്നും ശ്രീനിവാസൻ കൂട്ടിച്ചേർത്തു. ഇപ്പം ചാർജ് എടുത്തതിന് ശേഷം അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് അഴിമതിക്കെതിരായിട്ടൊക്കെ സംസാരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും ഇതിലൊക്കെ അദ്ദേഹം എതിരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നടന്നു കണ്ടാൽ കൊള്ളാം. അഴിമതി കുറ്റത്തിന് അന്വേഷണം നേരിടാൻ സാധ്യതയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ പിന്തുണയും ഈ നീക്കത്തിന് പിന്നിലുണ്ട്. അതേസമയം കേരളത്തിൽ ഇപ്പോൾ അവയവദാനം എന്ന തട്ടിപ്പ് തുടരുകയാണ്. അവയവദാനം എന്നത് മഹത്തായ സംഭാവനയാണെന്ന് പറഞ്ഞ് അവസാനം എത്തുന്നത് ആശുപത്രിയുടെ ലാഭത്തിലാണെന്നും ശ്രീനിവാസൻ പറഞ്ഞു. പിന്നെ അവയവദാനം എന്ന് പറഞ്ഞിട്ടൊരു തട്ടിപ്പ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മഹാദാനമാണെന്നാണ് പറയുന്നത്. ഇത് ഒരുപാട് ആളുകൾ ഇപ്പം ഈ അവയവദാനം ഒരു മഹത്തായ സംഭവമാണെന്ന് പറഞ്ഞിട്ട് അതും അവസാനം ചെന്ന് നിൽക്കുന്നത് ആശുപത്രിയുടെ ലാഭത്തിലാണ്. റിപ്പോർട്ടർ, കൊച്ചി.